നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ നോക്കി, നല്ല ബെസ്റ്റ് കളറല്ലേ, സൂപ്പർ ഡിസൈൻ, മാച്ചിങ് ബ്ലൗസും കിട്ടിയിട്ടുണ്ട്. ചെല്ല്, വേഗം പോയി അതെടുത്തോണ്ട് വന്നേ. കരിഞ്ഞു പോയ സാരിയുടെ കാര്യം പറഞ്ഞിങ്ങനെ താമസിക്കല്ലേ. ചെല്ലു മോളെ. ശരി, വാ മോളെ, നമുക്ക് ഡ്രസ് മാറ്റാം. ചാമുണ്ടേശ്വരി, വായോ. ചാമുണ്ടേശ്വരി, നീ കാത്തു. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ലതേ, ഇനി നിന്റെ ദേഷ്യം മാറിയില്ലേ മോളെ? എനിക്കാരോട് ഒരു ദേഷ്യമില്ല. അല്ലെങ്കിൽ തന്നെ ആരോടെങ്കിലുമൊക്കെ ഞാൻ ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? ആരുമില്ലാത്തവളാ ഞാൻ. എനിക്കെന്തെങ്കിലും സംഭവിച്ച ആരും ചോദിക്കാനും വരാനും പോകുന്നില്ല. അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. അങ്ങനൊന്നും പറയില്ലേ മോളെ. മുരുകന് ഒരു കുഴപ്പം വരാതെ സുന്ദരി നോക്കിക്കോളും. സുന്ദരി നോക്കിക്കോളും, അതെനിക്ക് മനസ്സിലായി. മുരുകമാമൻ ജയിലിലായതിന്റെ പേരിൽ സുന്ദരി വലിയ ടെൻഷനില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ബർത്ത്ഡേ ഫംഗ്ഷൻ, പുതിയ സാരി അണിഞ്ഞൊരുങ്ങി ആഘോഷിക്കാൻ പോവല്ലേ. മുരുകമാമ ജയിലിലായതിന്റെ വിഷമം സഹിക്കാൻ വയ്യാത്തുണ്ടാവും ഇതൊക്കെ, അല്ലേ? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നതേ ശരത് മോന്റെ മരിച്ചുപോയ സ്വന്തം ഭാര്യയുടെ പിറന്നാളാ. അതിനെ വിളിച്ച പോകാതിരിക്കാൻ പറ്റൂലതാ. പിന്നെ പോയേ പറ്റൂ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്നതേ പുല്ലാറ്റിൻകരയിൽ നിന്ന് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പണ്ട് നാടുവിട്ടുപോയ മുരുകനല്ലേ, അല്ലാതെ പുല്ലാറ്റിൻകരയിലെ കൃഷ്ണനൊന്നും അല്ലല്ലോ. കൃഷ്ണമാമ അല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ മതി, അല്ലേ? ആ സുബ്രുവിനെ പോലും നമ്മുടെ ഈ മീറ്റിംഗിൽ കൂട്ടാതിരുന്നത് ക്രിസ്റ്റി പോലും വിവരം അറിയാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം വ്യക്തമായല്ലോ. ആ മുരുകൻ തന്നെയാ എന്നെ ആ പെൺകുട്ടിയും തട്ടിക്കൊണ്ടുപോയത്. അയാൾ കൊല്ലാൻ തീരുമാനിച്ചത് എന്നെ തന്നെയായിരുന്നു. സെക്കൻഡിന്റെ വ്യത്യാസത്തില് ഞാൻ സ്വയം അവിടുന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് എനിക്ക് പകരം പാവ ആ പെങ്കൊച്ചിന്റെ ജീവിതം പോയി. മുരുകനാണ് കൊലപാതകം നടത്തിയെന്ന് വ്യക്തമായപ്പോൾ തന്നെ സുന്ദരി സേഫ് സോണിലേക്ക് കയറി. അയാളെ അറസ്റ്റ് ചെയ്ത് അങ്ങ് അകത്താക്കി. ഇനി ഊരിപ്പോരാനുള്ള പഴുതുകൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. സുന്ദരി ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവളുടെ മുരുകൻ മാമയ്ക്ക് പകരം ഏതെങ്കിലും ഒരു നിരപരാധിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ജീവൻ സർ, ഇനി ഒരു ആവശ്യവും ഞാൻ സാറിനോട് പറയില്ല. ഒരൊറ്റ കാര്യം, ആ മുരുകൻ ഇനി ജയിലിന് പുറത്തിറങ്ങരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റും? തുറന്നു പറയുമ്പോൾ അതിന്റെ പിടിപ്പുകേടാന്ന് ചിന്തിക്കരുത്. പോലീസുകാരെങ്ങനെ കേസ് ഫ്രെയിം ചെയ്യുന്നോ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കും. തൽക്കാലം ഇവിടെ സുന്ദരി പറയുന്നതിനപ്പുറത്തേക്ക് പോലീസ് ചലിക്കില്ല. പോലീസിന്റെയും പട്ടാളത്തിന്റെയും കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ ആവശ്യം മുരുകന് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുത്ത അകത്തിടലും അല്ല, എന്നേക്കുമായ ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവനെ അങ്ങ് അവസാനിപ്പിക്കാനാ. സാറ് പേടിക്കണ്ട, ജയിലിനുള്ളിൽ എന്റെ ആളുകളെ എത്തിക്കാനുള്ള വഴി ഈ മാർട്ടിൻ നോക്കിക്കോളും. ചെറിയൊരു അടിപിടി കേസ്, പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കലും റിമാൻഡിലാക്കലും ഒക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് സാറിന്റെ സഹായം വേണ്ടത് ജയിലില്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. ഡയാനയുടെ ആൾക്കാരെ ഞാൻ മുരുകന്റെ സെല്ലിൽ എത്തിക്കണം, അല്ലേ? യെസ്, അത് തന്നെ.
ആ സെല്ലിൽ അവന്മാരെത്തിപ്പെട്ട് കഴിഞ്ഞ ഇന്നത്തെ രാത്രി മുരുകൻ വെളുപ്പിക്കില്ല. നാളെ ജയിലിന് പുറത്തോട്ട് കൊണ്ടുവരുന്നത് മുരുകന്റെ ശവമായിരിക്കും. അതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ ഡയാന ഏർപ്പാടായിക്കോ. കക്ഷികൾ ആരായാലും അവന്മാരെ ഞാൻ മുരുകന്റെ സെല്ലിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ജയിലിൽ ചെയ്തു തന്നോളാം. അപ്പൊ മാർട്ടി, കാര്യങ്ങൾ ഉഷാറായി തന്നെ നടക്കട്ടെ. പറഞ്ഞ 3 പേർ, അവന്മാര് 3 ഇന്ന് ജയിലിലായിരിക്കണം. അതിൽ സംശയം വേണ്ട. വാർഡ് രാജേന്ദ്രൻ, പൊക്കൻ ജാഫർ, കീരി സാബു, ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നെ കൊല്ലാൻ നോക്കിയവൻ നാളത്തെ സൂര്യോദയം കാണരുത്. ഇന്ന് മുരുകൻ മരിച്ചിരിക്കണം. ജയിലിൽ തടവുകാർ തമ്മിലുള്ള സംഘടനത്തിൽ മുരുകൻ കൊല്ലപ്പെടുന്നു. നിനക്ക് പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം വേണമെന്ന് തോന്നില്ലേ മോളെ? ഈ അവസ്ഥയിൽ പെൺകുട്ടികൾക്ക് അതും ഇതൊക്കെ തിന്നണമെന്ന് തോന്നുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താന്ന് അറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നതേ ഇല്ല. ഇവിടുത്തെ ആഹാരം തന്നെയാ എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാ കാലവും ഇങ്ങനെ ഈ ആഹാരമൊക്കെ തിന്ന് മുന്നോട്ട് പോയാ പോരാ. ഇപ്പൊ നീ തനിച്ചല്ല, വയറ്റില് നല്ല പോഷക ആഹാരം വേണ്ട ഒരാളുകൂടിയുണ്ട്. അത് ഓർമ്മ വേണം. നല്ല മുട്ടയും പാലും ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ വാങ്ങിച്ചു തരാൻ പറയണം നീ വിനീതിനോട്. ഇതൊന്നും ഇവിടെ ഇല്ലാത്തതല്ലല്ലോ അമ്മൂമ്മേ. ആവശ്യത്തിനൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, അത് മതി. പാലില് കുങ്കുമപ്പൂ ഇട്ട് കഴിച്ചാലേ പെറുക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ല വെളുത്ത നിറം കിട്ടും. അതും കൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും വെളുപ്പാ, വിനീതേട്ടനും വെളുപ്പാ. ഞങ്ങളുടെ കുഞ്ഞ് വെളുത്തിരിക്കുമെങ്കിൽ വെളുത്തിരിക്കട്ടെ. അല്ല, ഇനിയിപ്പോ കറുപ്പാണെങ്കിൽ എന്താ കുഴപ്പം? സുന്ദരി ചേച്ചി കറുപ്പല്ലേ, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തിനും ഏതിനും സുന്ദരി ചേച്ചിയെ ഉദാഹരണത്തിന് പിടിച്ചോണം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അയ്യോ, എന്തു പറ്റി? അയ്യോ മോളെ, ആ വെള്ളം എടുത്ത് കുടിക്ക, ഇക്കളെടുക്കുന്നുണ്ട്. അയ്യോ ഇല്ലല്ലോ, വെള്ളം എടുക്കാതെയാ കഴിക്കാനിരുന്നത്. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അയ്യോ, നടു ഉളുക്കിയല്ലോ, എണ്ണക്കാനും പറ്റുന്നില്ല. കാർത്തി, എടാ കാർത്തി, അമ്മ, അയ്യോ എന്തൊരു വേദനയാ കാർത്തി. അയ്യോ, എന്തൊറ്റമ്മ? നിലത്ത് വീണ ഗ്ലാസ് ഒന്ന് എടുക്കാൻ നോക്കിയതാ, നടു ഒന്ന് ഉളുക്കി പിടിച്ചു. അമ്മ ഇവിടെ ഇരിക്കും, അയ്യോ, ഞാൻ തടയി തരാം. പതുക്കെ. ഓ, എടാ മാലിനി ഭക്ഷണം കഴിക്കുന്നതിനിടയില് ഇക്കളെടുത്തിരിക്കുക അവിടെ. അവൾക്ക് വെള്ളം എടുക്കാൻ വന്നതാ ഞാൻ. നീ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്ക അവൾക്ക്. വെള്ളമൊക്കെ പിന്നെ കൊടുക്കാം. നീ ആദ്യം വെള്ളം എടുത്ത് കൊടുക്ക്. വയ്യാത്ത കൊച്ചവള്. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. അമ്മ തനിച്ചൊന്ന് നിവരാൻ നോക്ക്, ചിലപ്പോ ശരിയാവും. ഞാൻ ഈ വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാം. വെള്ളം കുടിക്കാം.